ഹേ ഗൈസ്, രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ കോളേജിലോട്ടാണ് പോയത്. ഇന്ന് നമുക്ക് കോഴ്സ് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ സെക്കൻഡ് ഇയർ ആയിരിക്കുകയാണ്. ഞാൻ തന്നെ അത് മറന്നുപോയി. സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൻ്റെ വലിപ്പമൊക്കെ കൂടി. പിന്നെ നേരെ ടെക്സ്റ്റ് വാങ്ങാനായിട്ടാണ് പോയത്. ടെക്സ്റ്റ് വാങ്ങാൻ പോയത് സന്തോഷത്തിലാണെങ്കിൽ ടെക്സ്റ്റ് വാങ്ങിയതിന് ശേഷം എനിക്ക് എന്തോ ഒരു മ്ലാനത തോന്നി. ഇനി കണ്ടറിയാം എന്തരാവോ എന്തോ. പിന്നെ ഞാൻ നേരെ ക്ലാസ്സിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഒരു അസൈൻമെൻറ്റ് മിസ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് എഴുതിയിട്ട് വേഗം ടീച്ചറിനെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അസൈൻമെൻറ്റ് വയ്ക്കാൻ പോയ ഞാൻ ടീച്ചറിൻ്റെ നിന്ന് പ്രതീക്ഷിച്ചത് വേറെ ആയിരുന്നു. പക്ഷേ ടീച്ചറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടീച്ചർ പറഞ്ഞ് അവിടെ വച്ചിട്ട് പൊക്കോളാം. ഇനി ശല്യം ആയതുകൊണ്ടായിരിക്കുമോ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ സർപ്രൈസ് പാളിപ്പോയി. അവൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അവളും അഭിനയിച്ച് നമ്മളും അങ്ങ് അഭിനയിച്ച്. എത്ര വലിയ കേക്ക് വാങ്ങിച്ചാലും നമുക്കിത് ഇത്രയൊക്കെ കിട്ടുള്ളൂ. പിന്നെ അവൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിൽ നിന്ന് ഞാൻ ഇങ്ങ് എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അവളോട് അങ്ങ് പോയി. നമ്മൾ നാരങ്ങാവെള്ളമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടൻ എന്തുവാ ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞൂടെ. എന്തോ വലിയ അണ്ടാവ് പാത്രത്തിൽ എന്തൊക്കെ കൊണ്ടുവച്ച്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തിന്ന് തീർത്ത്. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രൈവറിനെ അടിച്ചു വന്നിട്ടിട്ടായാലും അത് ഫുൾ എടുത്തുകൊണ്ട് പോയേനെ. പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് പാത്രം കഴിവുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച്. പാത്രം കഴുകി വെച്ചിട്ട് അവിടെ ഫുള്ള് വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ അവിടെ ഫുള്ള് കഴുകി വൃത്തിയാക്കി. ജോലി ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പഫ്സ് നാരങ്ങ പെട്ടെന്ന് അങ്ങ് ദഹിച്ചു പോയി. പിന്നെ നേരെ ചോറ് കഴിക്കാനായിട്ടാണ് പോയത്. ചോറും തീയലും മാങ്ങ കറിയും പപ്പടവും പിന്നെ എന്തോ ഒരു തോരനും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച്. പിന്നെ വൈകിട്ട് ചായ സമൂസ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച്. ചായ എന്ന് കേട്ടാൽ ഞാനും എൻ്റെ അമ്മ ഇവിടെ തലയിറങ്ങി വീഴും. വേറെ ഒന്നുമല്ല, ചായ എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടപ്പിറപ്പിനെ പോലെയാണ്. രാത്രി ഇനി എന്തെങ്കിലും തിന്നാൻ നിന്നാൽ എൻ്റെ അമ്മ പറയും പോലെ വിണ്ട് കീറിപ്പോവും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.